ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും മുളുണ്ട് അമലമാതാ ദേവാലയത്തിലേക്ക് പ്രത്യേകമായിട്ടുള്ള സ്വാഗതം നേരുന്നു. മുളുണ്ട് ഇടവക ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റർ മുംബൈയിലാണ്. ഒപ്പം തന്നെ നമുക്കറിയാം അത് താനെയുടെ ബോർഡറായിട്ടാണ് സ്ഥിതി ചെയ്യുക. ഇവിടെ അടുത്ത് തന്നെയുള്ള ഇടവകളായിട്ട് സാന്റ് ജോസ് വാഗല എസ്റ്റേറ്റും ക്രൈസ്റ്റ് കിങ് ബാണ്ടൂപ്പ് ചർച്ചുമാണ്. ഇതിന് മധ്യയിലാണ് നമ്മുടെ മുള്ളുണ്ട് ഇടവക സ്ഥിതി ചെയ്യുന്നത്. ഇടവക പണ്ട് മുതൽ തന്നെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ സ്ഥലമായിരുന്നതുകൊണ്ട് ഒത്തിരി മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മുള്ളുണ്ട്. മുള്ളുണ്ടിലെ ലാറ്റിൻ ചർച്ചായിട്ടുള്ള സെൻറ്റ് പയസ് ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. നമുക്കറിയാം ഇവിടെ ഈ പള്ളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ദിവ്യബലികളെല്ലാം അവിടെയാണ് അർപ്പിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സെൻറ്റ് പയസ് സ്കൂളും സെൻറ്റ് മേരീസ് സ്കൂളും നമ്മുടെ മുള്ളുണ്ടിലുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ക്രിസ്ത്യാനികൾ നമ്മുടെ ഈ ഏരിയയിൽ താമസിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ്. ഈ നിമിഷത്തിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി ചർച്ചസ് ഓഫ് ഇന്ത്യ ടീമിനെ പ്രത്യേകമായിട്ട് ഈ മുള്ളുണ്ട് ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നീ ദിവസം ചർച്ചസ് ഓഫ് ഇന്ത്യ ഇന്ന് നമ്മുടെ ദേവാലയത്തിലായിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഈ ടീമിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ദൈവത്തിന് വലിയ അനുഗ്രഹമായിട്ട് കരുതുകയാണ്. ഇന്ന് ലോകം മുഴുവനുമുള്ള സ്ഥലങ്ങളിലേക്ക് കല്യാൺ രൂപതയുടെയും ഇന്ത്യയിലെ മറ്റ് ഇടവകകളിലേക്ക് കുറിച്ച് അറിയാനും അവിടുത്തെ ഇടവകയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനും ഇടവകയുടെ പള്ളികളെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു അവസരമാണ് ചർച്ച് ഓഫ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 28ാമത്തെ ദേവാലയമാണ് ഇന്ന് ചർച്ച് ഓഫ് ഇന്ത്യ ടീം കവർ ചെയ്യുന്നത്. ഒത്തിരി സ്നേഹത്തോടുകൂടി ടീമിനെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഇടവകയിലേക്ക് മുള്ളുണ്ട് ഇടവകയിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. 1988 കല്യാൺ രൂപത സ്ഥാപിതമായി. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ മുള്ളുണ്ട് ഏരിയയിലുള്ള വിശ്വാസികൾ ഒന്ന് ചേർന്ന് സിറോ മലബാർ കുർബാന അർപ്പിച്ചിരുന്നു. സെന്റ് മേരീസ് സ്കൂളിലാണ് നടത്തിയത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഒപ്പം തന്നെ അതിനോട് ചേർന്ന് 1988 രൂപത സ്ഥാപിതത്തിന് ശേഷം 1989 പ്രത്യേകമായിട്ട് ചിറ്റിലപ്പള്ളി പിതാവിൻ്റെയും മോൺസിനർ അച്ഛനായിരുന്നിട്ടുള്ള തലച്ചിറ അച്ഛൻ്റെയൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിൽ നമ്മുടെ മുള്ളുണ്ട് വികാരിയായിട്ട് റവറൻഡ് ഫാദർ ഡേവിസ് കാസിയനെ നമുക്ക് വേണ്ടി നൽകുകയും ചെയ്തു. പ്രത്യേകം ആ സമയത്ത് ഈ രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഇടവകയുടെ രൂപീകരണത്തിനും ഈ സമൂഹത്തിൻ്റെ രൂപീകരണത്തിനും സഹായിച്ച പിതാവിനെയും മോൺസിനർ അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഓർക്കുന്നു. കാസിയൻ അച്ഛന് ശേഷം നമ്മുടെ ഈ ഒരു മുള്ളുണ്ട് യൂണിറ്റിനെ ഏകീകൃതമായിട്ട് തീർക്കുവാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് മാത്യു മൂത്താശ്ശേരി അച്ഛനാണ്. അച്ഛൻ്റെ സമയത്താണ് നമ്മുടെ ഈ കൂട്ടായ്മ ഒന്നു ചേരുവാനും എല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് ഒരു ഐക്യമായിട്ട് പ്രവർത്തിക്കുവാനായിട്ടും തുടങ്ങിയത്. ഒപ്പം തന്നെ രൂപതയുടെ സഹായത്തോടു കൂടെ യുവജനങ്ങളെ ഏകീകൃതമാക്കുകയും ഒരു ആക്റ്റീവായിട്ട് യൂത്ത് പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തത് മാത്യു മൂത്താശ്ശേരി അച്ഛൻ്റെ സമയത്താണ്. ഒത്തിരി സ്നേഹത്തോടുകൂടെ അച്ഛനെ ഈ നിമിഷം ഓർക്കുന്നു. മാത്യു മൂത്താശ്ശേരി അച്ഛൻ്റെ സമയത്ത് തന്നെ നമ്മൾ അച്ഛന്മാർക്ക് താമസിക്കുവാനായിട്ട് ഒരു ഫ്ലാറ്റ് മേടിക്കുകയും അത് ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ സഹായത്തോടും പേരിലുമാണ് നമ്മൾ മേടിച്ചിരിക്കുക. അവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള കുർബാനകളെല്ലാം അർപ്പണം നടന്നിരുന്നത്. ഒപ്പം തന്നെ ലാറ്റിൻ പള്ളിയായിരുന്ന സെൻറ്റ് പയസ് പള്ളിയിൽ ഞായറാഴ്ചകളിൽ സീറോ മലബാർ കുർബാനയും നടത്തപ്പെട്ടു. ഒപ്പം തന്നെ സെൻറ്റ് മേരീസ് സ്കൂളിലും അവരുടെ സഹായത്തോടുകൂടി നമ്മൾ കുർബാനകൾ നടത്തപ്പെടുകയുണ്ടായിരുന്നു. തുടർന്ന് നമ്മൾ ഇടവകയെ നയിക്കുവാനായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് വന്നത് ജെയിംസ് കൊച്ചയ്യങ്ങനച്ഛനായിരുന്നു. അച്ഛൻ്റെ സമയത്ത് നമ്മുടെ ഇടവക ഒന്നുകൂടി രൂപീകരിക്കപ്പെടുകയും ആ ഒരു മുള്ളുണ്ട് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എല്ലാം ഒന്നുകൂടി ശക്തമാവുകയും ചെയ്തു. അച്ഛൻ്റെ സമയത്ത് തന്നെയാണ് മാതൃസംഘവും രൂപീകരിക്കപ്പെട്ടത്. തുടർന്ന് നമ്മുടെ ദേവാലയത്തിൽ നയിച്ചത് തോമസ് പുതുശ്ശേരി അച്ഛനാണ്. അച്ഛൻ്റെ സമയത്ത് ജനങ്ങളെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുവാനും ചേർത്ത് നിർത്തുവാനും ഇടവകയെ മുന്നോട്ട് കൊണ്ടുപോകുവാനും വളരെയധികം സഹായകരമായി. അതിനുശേഷം മാത്യു കണ്ടശങ്കുന്നൽ അച്ഛനാണ് നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചത്. അച്ഛൻ്റെ സമയത്താണ് ശക്തമായിട്ട് നമ്മുടെ ഇടവകങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കരിസ്മാറ്റിക് ഗ്രൂപ്പ് സ്ഥാപിതമായത്. പ്രാർത്ഥനയിൽ ഒത്തിരി വളരുവാനായിട്ടും ഇടവക അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിൽ ലയിപ്പിക്കുവാനായിട്ടും അച്ഛൻ വളരെയധികം പ്രചോദനമായിരുന്നു. മാത്യു കണ്ടശങ്കുന്നൽ അച്ഛൻ്റെ സേവനങ്ങൾക്ക് ശേഷം നമ്മുടെ ഇടവകയെ നയിച്ചത് ജോജു ആളൂരച്ഛനാണ്. അച്ഛൻ്റെ സമയത്താണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഒരു ദേവാലയത്തിനുള്ള സ്ഥലം വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉദിക്കുകയും ഒരു ബിൽഡിംഗ് കമ്മിറ്റി അതിനുവേണ്ടി ലാൻഡ് കമ്മിറ്റി അതിനുവേണ്ടി ഫോം ചെയ്യുകയും അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി സ്ഥലങ്ങൾ പോയി കാണുകയും ഇന്ന് നമ്മുടെ ഈ ആലയം പണിതിരിക്കുന്ന ഈ സ്ഥലം വാങ്ങിയത് ജോജുച്ചൻ്റെ സമയത്താണ്.
ജോജു ആളൂരച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. ഇതിൻ്റെ ഒരുക്കങ്ങൾക്കെല്ലാം ശേഷം പിന്നീടുള്ള ഒരു വർഷക്കാലത്തേക്ക് ഇടവകയെ നയിക്കുവാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ജേക്കബ് പുറത്തൂരച്ഛനാണ്. അച്ഛൻ്റെ സമയത്ത് അച്ഛൻ നമ്മുടെ ഇടവകയിൽ ഓരോ കുടുംബങ്ങളിൽ പേഴ്സണലായിട്ട് ചെല്ലുകയും ഈ ലാൻഡ് മേടിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് റൈസിങ്ങിന് വേണ്ടി അച്ഛൻ ഒത്തിരി അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടുകൂടെ അച്ഛനെ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. ജേക്കബ് പുറത്തൂരച്ഛൻ്റെ കാലഘട്ടത്തിൽ ലാൻഡിൻ്റേതായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകൾക്ക് ശേഷം ഷിബു പുളിക്കനച്ഛനാണ് നമ്മുടെ ഇടവകയെ സേവനത്തിനായിട്ട് വന്നത്. അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ പാസ്റ്ററൽ പ്രൂഡൻസിലൂടെ ഇടവക അംഗങ്ങളെ ഒന്നിച്ചു ചേർക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഇടവകയുടെ ഫോർമേഷന് വേണ്ടിയിട്ട് അത് ലാൻഡ് മേടിക്കാനുള്ള എല്ലാ ഇനീഷ്യേറ്റീവും അച്ഛൻ എടുക്കുകയും അങ്ങനെ അച്ഛൻ്റെ സമയത്ത് നമ്മൾ ഈ സ്ഥലം മേടിക്കുകയാണ് ഉണ്ടായത്. ഒത്തിരി സ്നേഹത്തോടുകൂടെ ഷിബു അച്ഛനെ ഈ നിമിഷം ഓർക്കുന്നു. ഷിബു അച്ഛൻ്റെ ആ സമയത്ത് തന്നെ നമ്മൾ ഈ സ്ഥലം മേടിക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഹാൾ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഷിബു പുളിക്കനച്ഛൻ്റെ സമയത്ത് നമ്മുടെ ഈ കൂട്ടായ്മയെ ഒന്നുകൂടി ഒന്ന് ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ഇടവകങ്ങളുടെ കഴിവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും അവരെല്ലാവരും ഒന്നിച്ചു ചേർക്കുവാനുമായി അവരുടെ സാഹിത്യപരമായിട്ടുള്ള നല്ല കഴിവുകളെ പ്രചോദിപ്പിക്കുവാനായി അമലവാണി എന്ന നാമത്തിലുള്ള ഒരു ബുള്ളറ്റിൻ ഇറക്കുകയുണ്ടായി. അതിനുശേഷം നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചത് ബിജു കൊല്ലംകുന്നനച്ഛനാണ്. അച്ഛനോടൊപ്പം അസിസ്റ്റൻ്റായിട്ട് മാർട്ടിൻ വെള്ളിയാങ്കണ്ടത്തിൽ അച്ഛനും ഈ ഇടവകയെ സഹായിക്കുവാനായിട്ട് കടന്നു വരികയായിരുന്നു. ബിജു അച്ഛൻ്റെ സമയത്ത് തന്നെ രൂപതയുടെ ആവശ്യപ്രകാരം നമ്മുടെ ഇടവകയുടെ ബൗണ്ടറി കൃത്യമായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. ഒത്തിരി സ്നേഹത്തോടുകൂടെ അച്ഛനെ ഈ നിമിഷം ഓർക്കുന്നു. ഇടവകയുടെ വലിയ സ്വപ്നമായിരുന്ന നമുക്ക് പുതിയതായിട്ടുള്ള ദേവാലയം ലിജോ മുള്ളോങ്ങനച്ഛൻ്റെ സമയത്താണ് നമ്മൾ ആരംഭിക്കുക. ഫെബ്രുവരി 12 2011 നമ്മുടെ ഇടവകയുടെ ദേവാലയത്തിന് വേണ്ടിയുള്ള തറക്കല്ലിടുകയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജൂലൈ 3 2011 തന്നെ നമ്മുടെ അഭിനന്ദ പിതാവ് തോമസ് ഇലവനാൽ നമ്മുടെ ഇടവകയുടെ ബ്ലെസ്സിങ് നടത്തുകയും ഈ ഇടവക ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ദേവാലയ നിർമ്മാണത്തിന് ശേഷം നമ്മുടെ ഇടവകയെ നയിക്കുവാനായിട്ട് രൂപതയിൽ നിന്നും വന്നത് ബഹുമാനപ്പെട്ട ജോജു അറക്കലച്ഛനാണ്. ഇപ്പോഴത്തെ രൂപത ചാൻസലറാണ് ജോജു അറക്കലച്ഛൻ. ഇടവകയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഏകീകരിക്കുവാൻ ഒരു ദേവാലയം ആയതിനു ശേഷം കടന്നു വരുമ്പോൾ അതിനുശേഷം ഇടവകയ്ക്ക് വേണ്ടി ഒരു ഡയറക്ടറി റെഡിയാക്കുവാനും ഇടവകങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ആ ഡയറക്ടറിയിലെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് എഴുതി ചേർക്കുകയും ചെയ്തത് ജോജു അച്ഛൻ്റെ സമയത്താണ്. ഒത്തിരി സ്നേഹത്തോടുകൂടി അച്ഛനെ ഈ നിമിഷം ഓർക്കുന്നു. പിന്നീട് രൂപതയിൽ നിന്നും ഇടവകയെ സേവിക്കുവാനായിട്ട് നമ്മളിലേക്ക് കടന്നു വന്നത് ബഹുമാനപ്പെട്ട പോൾ ഓലിക്കലച്ഛനാണ്. അച്ഛൻ്റെ സമയത്ത് ഇടവക കൂട്ടായ്മയെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുകയും ഒന്നുകൂടി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്തു. പിന്നീട് നമ്മുടെ ഇടവിലേക്ക് കടന്നു വന്നത് സിബി കൊച്ചുവീട്ടിലച്ഛനാണ്. അച്ഛൻ്റെ സേവനത്തിലൂടെ ഇടവക വളരെയധികം മുന്നോട്ട് കടക്കുകയായിരുന്നു. സിബി കൊച്ചുവീട്ടിലച്ഛൻ്റെ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഇടവകയെ ഒരു 6 മാസ കാലയളവിൽ വ്യത്യസ്തമായിട്ട് പല വൈദികരും വന്ന് സേവനമനുഷ്ഠിക്കുകയുണ്ടായി. ആദ്യമേ ഫാദർ രാജേഷ് മാത്യു അച്ഛനായിരുന്നു. അതിനുശേഷം ഫാദർ ജിതിൻ കൊട്ടാരത്തിൽ, പിന്നീട് ഫാദർ ബെന്നി താന്നിൽക്കും തടത്തിൽ എന്നീ അച്ഛന്മാരാണ് നമ്മുടെ ഇടവകയെ സേവിച്ചത്. 6 മാസത്തെ കാലയളവിന് ശേഷം ഈ ഇടവകയെ നയിക്കുവാനായിട്ട് പിതാവിൽ നിന്ന് നിയുക്തമായത് ഞാൻ തന്നെയാണ്, ഫാദർ ജോമോൻ കുരിശിങ്കൽ. ഇടവകയെ ഈ നിമിഷം ഒത്തിരി സ്നേഹത്തോടുകൂടെയും പ്രാർത്ഥനയോടുകൂടെയും നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടവകയുടെ സംഘടനകൾ മാതൃസംഘം, പിതൃവേദി, യൂത്ത്, കൊയർ, ഓൾട്ടർ ബോയ്സ്, പ്രെയർ ഗ്രൂപ്പ്, കാറ്റഗിസം എന്നിവയാണ്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങളാണ്. വികാരച്ചനോട് ചേർന്ന് ട്രസ്റ്റിമാരോടൊപ്പം പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഒന്ന് ചേർന്നുകൊണ്ടാണ് ഇടവകയുടെ ഓരോ പ്രവർത്തനങ്ങളും നിശ്ചയിക്കുകയും ഒപ്പം തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഇടവകയിൽ 40 പേരാണ് പാരിഷ് കൗൺസിൽ മെമ്പേഴ്സായിട്ടുള്ളത്. എല്ലാവരും തന്നെ വളരെ സജീവമായിട്ട് ഇടവകയിലെ പ്രവർത്തനങ്ങൾ പങ്കുചേരുന്നു. പാരിഷ് കൗൺസിൽ മീറ്റിങ്ങുകളിലും അവർ പങ്കുചേരുന്നു. ഒപ്പം തന്നെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യത്തിലും അവരുടെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്കിലും നല്ല വിധത്തിൽ ഇടവക മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നു. നമ്മുടെ ഇടവകയിലെ ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ് മാതൃസംഘം. ഏകദേശം 180ഓളം അമ്മമാരാണ് നമ്മുടെ ഈ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന അമ്മമാരുടെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. ഈ ഇടവകയുടെ അൾത്താരകളുടെ അലങ്കാരങ്ങളും മറ്റും ചെയ്യുന്നത് നമ്മുടെ അമ്മമാർ തന്നെയാണ്. ഒപ്പം തന്നെ മാതൃസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ
നന്നായിട്ട് നടത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ വർഷം ഒരു സ്പിരിച്വൽ അഡോപ്ഷൻ ഓഫ് യൂത്ത്, നമ്മുടെ യുവജനങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് ഓരോ അമ്മമാരും ഓരോ യുവജനത്തെ വെച്ച് നമ്മൾ ഇടവകയിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ 180 അമ്മമാർ ഇടവകയിൽ 180 യുവജനങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഈ ഒരു വർഷം പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ അമ്മമാരുടെ കൂട്ടായ്മയിലൂടെ ഇവിടുത്തെ പ്രാർത്ഥനകളുടെ ലീഡർഷിപ്പുകളെല്ലാം നമ്മുടെ അമ്മമാർ നടത്തുന്നു. ഒപ്പം തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആത്മീയമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മാതൃസംഘം ചുക്കാൻ പിടിക്കുന്നു. മാതൃസംഘത്തോടൊപ്പം തന്നെ നമ്മുടെ പിതൃവേദിയും ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഏകദേശം 180ഓളം പിതൃവേദി അംഗങ്ങളും നമ്മുടെ ഇടവകയിലുണ്ട്. പ്രത്യേകിച്ച് പള്ളിയുടെ അൾത്താര കുർബാനയുടെ ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത് നമ്മുടെ പിതൃവേദി അംഗങ്ങളാണ്. ഒപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ ഫീസ്റ്റുകളെല്ലാം വരുമ്പോൾ അതിൻ്റെ ഫുഡ് അറേഞ്ച്മെൻറ്റ്സിൻ്റെയും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പിതൃവേദി അംഗങ്ങളാണ്. ഒപ്പം തന്നെ കാറ്റഗിസത്തിലും നമ്മുടെ പിതൃവേദി അംഗങ്ങൾ പലരും ക്ലാസ് എടുക്കുകയും അതിൻ്റെ ലീഡർഷിപ്പ് വഹിക്കുകയും ചെയ്യുന്നു. ഔസപിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നമ്മുടെ പിതൃവേദി അംഗങ്ങൾ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഇടവകയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും അവരുടെ സാന്നിധ്യം വലുതാണ്. എല്ലാ സേവനങ്ങളും അനുഷ്ഠിക്കുന്ന പിതൃവേദിയും മാതൃസംഘവും എന്നും ഈ ഇടവകയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. നമ്മുടെ യുവജനങ്ങൾ വളരെ ശക്തമായിട്ട് നമ്മുടെ ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നു. ഏകദേശം 180ഓളം യുവജനങ്ങൾ നമ്മുടെ ഇടവകയിലുണ്ട്. പക്ഷെ അതിൽ അറൗണ്ട് 50 പേരോളം നമ്മുടെ ഇന്ന് ഇടവകയിൽ ഇവിടെയുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ വിദേശങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുകയാണ്, പലരും പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടവകയ്ക്ക് ഇപ്പോൾ നമുക്ക് ഏകദേശം 50ഓളം യുവജനങ്ങളാണ് പ്രവർത്തനമായിട്ട് നമുക്ക് വേണ്ടി ഉള്ളത്. ഇടവകയുടെ എല്ലാ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ, ഫേസ്ബുക്ക്, ഒപ്പം ഇൻസ്റ്റാഗ്രാം പേജുകൾ, ഇതിനെല്ലാത്തിൻ്റെയും ആക്റ്റീവായിട്ട് ചെയ്യുന്നത് നമ്മുടെ യുവജനങ്ങളാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ട് നടക്കുന്നു. ഒപ്പം തന്നെ കാറ്റഗിസത്തിലും കൊയറിലും അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇടവകയിലെ എല്ലാ സംരംഭങ്ങളോട് ചേർന്നുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ എല്ലാവരെയും സഹായിക്കുവാനായിട്ട് എപ്പോഴും സന്നദ്ധരാണ്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ സാന്നിധ്യം ഉണ്ട് താനും. ഇടവകയുടെ കൊയറ് വളരെ അനുഗ്രഹീതമാർന്ന ഒന്നാണ്. നമുക്കറിയാം, ദേവാലയത്തിലെ ആരാധനയുടെ പരിശുദ്ധ കുർബാനയുടെ സമയത്തെല്ലാം അതിനെ കൂടുതൽ പ്രാർത്ഥനോന്മുഖമാക്കുന്ന ഒന്നാണ് കൊയറ്. മാലാഖമാരുടെ സ്തുതിപ്പാണ് കൊയറുകാരുടെ ഏറ്റവും വലിയ ഒരു ദൗത്യം. ആ മാലാഖമാരോട് ഒന്ന് ചേർന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ അയക്കുന്ന വലിയൊരു അഭിഷേകവും അനുഗ്രഹവും കൊയറുകാരിൽ അടങ്ങിയിരിക്കുന്നു. പ്രധാനമായിട്ടും മെയിൻ കൊയറായിട്ടൊരു ടീം, അതുപോലെ മാതൃസംഘത്തിൻ്റെ കൊയറ്, യുവജനങ്ങളുടെ കൊയറ്, കാറ്റഗിസം കുട്ടികളുടെ കൊയറ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കൊയർ ഗ്രൂപ്പുകൾ നമ്മുടെ ഇടവകയ്ക്കുണ്ട്. ഓരോ ഞായറാഴ്ചകളിലും വ്യത്യസ്തമായിട്ട് ഓരോരുത്തരും മാറി മാറിയാണ് കൊയറിലെ ലീഡർഷിപ്പ് വഹിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ കൊയർ എല്ലാ വർഷവും തന്നെ ഫാദർ സണ്ണി കൊയർ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ട്. വളരെ നല്ലൊരു പ്രകടനം അവർ കാഴ്ചവെക്കുകയും ചെയ്യുന്നു. നമ്മുടെ അൾത്താര സംഘം 8 അംഗങ്ങളാണ് നമുക്കുള്ളത്. അവർ നമ്മുടെ ഈ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ വൈദികൻ്റെ ഒപ്പം നിന്നുകൊണ്ട് വൈദികനെ സഹായിക്കുവാനായിട്ടും പ്രാർത്ഥനകളെല്ലാം പ്രത്യുത്തരം നൽകുവാനായിട്ടും നമ്മുടെ ആ മക്കൾ ഒത്തിരി ശ്രദ്ധ ചെലുത്തുന്നു. ഒരു ഇടവകയുടെ ഏറ്റവും വലിയ ശക്തിയാണ് അവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മ. നമ്മുടെ ഇടവകയ്ക്ക് ഏകദേശം 10 അംഗങ്ങളടങ്ങുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണുള്ളത്. എല്ലാ തിങ്കളാഴ്ചകളിലും കുർബാനയ്ക്ക് ശേഷമുള്ള 3/4 മണിക്കൂറോളം അവരൊരുമിച്ച് ഇരുന്ന് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ആരാധനയുടെ സമയത്തുള്ള സ്വയംപ്രേരിത പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയാണ്. ഒപ്പം എന്നും ഒരു ഇടവകയെ ശക്തിപ്പെടുത്തുന്നത് ആ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ഇടവക കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും പ്രത്യേകമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ, പ്രത്യേകമായിട്ട് ഈ കോർ ഗ്രൂപ്പ്, നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് മധ്യസ്ഥം വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഇടവകയുടെ ഏറ്റവും കാതലായ, ഏറ്റവും അനുഗ്രഹപ്രദമായ ഒന്നാണ് കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് 17 ടീച്ചേഴ്സും 86 കുട്ടികളുമാണ് നമ്മുടെ ഇടവകയിലുള്ളത്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അമോറിസ് ലത്തീസിയ എന്നുള്ള അപ്പോസ്തോലിക് എക്സോർട്ടേഷൻ പ്രകാരമായിട്ട് ഏറ്റവും ആദ്യത്തെ ഫോർമേഷൻ നടക്കുന്നത് ഓരോരുത്തർ അവരുടെ വീടുകളിലായിരിക്കണം. മാതാപിതാക്കളാണ് അവർക്ക് ഫോർമേഷൻ കൊടുക്കുക. അവരെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം അവരുടെ കാറ്റഗിസം ടീച്ചേഴ്സാണ്. സോ അത് നമ്മുടെ ദേവാലയത്തിലാണ്. സോ നമ്മൾ പറയാറുണ്ട്, ദേവാലയമാണ് ഒരു വീടിൻ്റെ രണ്ടാമത്തെ വീട്. സെക്കൻഡ് ഹോം ഈസ് ദ
ദ ചർച്ച്. ആ ആലയത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയമായിട്ട് വളർത്താനും ദൈവിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനും നമ്മുടെ ഇടവകയിലെ കാറ്റഗിസം ടീച്ചേഴ്സ് ഒത്തിരി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സേവനം വളരെ സ്തുത്യർഹമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും വളരെ ആക്റ്റീവായിട്ട് അത് ഏറ്റെടുക്കുന്നു. അവരെ ആത്മീയമായിട്ട് വളർത്തുവാൻ, പരിശുദ്ധ കുർബാനയിൽ ഭക്തിയോട് പങ്കെടുക്കുവാൻ, പ്രാർത്ഥനകളെല്ലാം ഉയർക്കെ ചെല്ലുവാൻ, മറ്റ് നന്മ പ്രവൃത്തികളിൽ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫോർമേഷൻ കൊടുക്കുവാൻ, ഓൾഡ് ഏജ് ഹോമുകളിലും ഓർഫനേജുകളിലും പോകുവാനും സന്ദർശിക്കുവാനും അവിടുത്തെ വ്യക്തികളെ കാണുവാനും അവരെ സഹായിക്കുവാനും അവരോടൊപ്പം ആയിരിക്കുവാനും നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി ഒത്തിരിയധികം പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളെ നന്മയിൽ വാർത്തെടുക്കുവാൻ, ഭാവിയിലെ ഇടവക നയിക്കുന്ന നല്ല മക്കളായി തീരുവാനായിട്ടുള്ള എല്ലാ ഫോർമേഷൻസും നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് എമർജിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മുടെ കല്യാൺ രൂപതയിൽ ഈ അമലമാതാ ചർച്ച് മുള്ളുണ്ട് കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് വളരെ അഭിനന്ദനവും സന്തോഷപൂർണവുമായിട്ട് ഈ നിമിഷം ഓർക്കുന്നു. ഇടവകയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒത്തിരി സഹായങ്ങളും കരുണാർദ്ദമായ പ്രവർത്തനങ്ങളും നടത്തപ്പെടുന്നുണ്ട്. ഒത്തിരി പേരെ മെഡിക്കൽ ഹെൽപ്പിലൂടെ നമുക്ക് കൊടുക്കുവാനായിട്ട്, മെഡിക്കൽ എയ്ഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഭവനം പണിത് കൊടുക്കുവാനായിട്ട് ഇടവകങ്ങളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് ഒരു ഭവനമില്ലാത്തൊരു സഹോദരൻ്റെ കുടുംബത്തിന് നമ്മൾ ഭവനം നൽകുകയുണ്ടായി. ഒപ്പം തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ഹെൽപ്പും നമ്മളിവിടെ നടത്തി വരുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ ഇടവകയിൽ നിന്നും ചെയ്തു വരുന്നു. ഇടവകയുടെ തിരുനാള് നമ്മളെപ്പോഴും കൊണ്ടാടുന്നത് ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലാണ്. പരിശുദ്ധ അമലമാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളാണ് സംയുക്തമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ആദ്യമേ വരുന്ന 9 ദിവസങ്ങളിൽ നൊവേനയും അവസാന ദിവസം തിരുനാളുമായിട്ടാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുക. ആഘോഷമായ പരിശുദ്ധ കുർബാനയും കുർബാനയ്ക്ക് ശേഷമുള്ള വാദ്യാഘോഷങ്ങൾ കൂടിയ പ്രദക്ഷിണവും അതിനുശേഷമുള്ള സ്നേഹവിരുന്നോടും കൂടിയാണ് നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ നടത്തുക. അതിനോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇടവകയിലെ മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ആ ദിവസങ്ങളിലെ നൊവേനകളും ഒപ്പം തന്നെ അതിൻ്റെ നേർച്ചകളും അമ്മമാരുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുക. 16 യൂണിറ്റാണ് നമ്മുടെ ഇടവകയ്ക്കുള്ളത്. അതിലെ 2 യൂണിറ്റ് വെച്ചിട്ട് ഈ 8 ദിവസങ്ങളിലായിട്ട് നമ്മുടെ അമ്മമാർ നേർച്ചകൾ കൊണ്ടുവരികയും ഒപ്പം തന്നെ പ്രാർത്ഥനകളിൽ പങ്കുചേരുകയും പ്രത്യേകം അമ്മയുടെ മധ്യസഹായം യാചിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ പ്രധാനമായിട്ടും ഞായറാഴ്ചകളിൽ 2 കുർബാനയാണുള്ളത്. ആദ്യത്തെ കുർബാന രാവിലെ 7:30-നും രണ്ടാമത്തെ കുർബാന രാവിലെ 9:30-നുമാണ്. 9:30 കുർബാനയിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ന്യൂ ജനറേഷനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടെ നമ്മൾ ആ കുർബാനയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തുകയും അന്നത്തെ ഗോസ്പൽ നമ്മൾ ഇംഗ്ലീഷിലാണ് വായിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ അന്നത്തെ പ്രസംഗവും നമ്മൾ ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ പറയുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് മനസ്സിലാക്കുവാനായിട്ടും ഒപ്പം നമ്മുടെ ഇടവകയിലെ ന്യൂ ജനറേഷനിൽ പെടുന്ന എല്ലാവരും തന്നെ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കുള്ള ഒരു ചാനലിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കുർബാന കൂടുതൽ ഇംഗ്ലീഷ് കൂടെ നമ്മൾ ആഡ് ചെയ്യുകയും എല്ലാ മാസങ്ങളിലെയും ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ചയിൽ ഇംഗ്ലീഷ് കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നു. ഇടദിവസങ്ങളിൽ ചൊവ്വാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളും വൈകുന്നേരം 7 മണിക്കാണ് കുർബാന നടത്തപ്പെടുക. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:30-നാണ് കുർബാന നടത്തപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയും നൊവേനകളുടെ ദിവസമാണ്. ബുധനാഴ്ച നിത്യസഹായ മാതാവിൻ്റെയും ശനിയാഴ്ച അമലമാതാവിൻ്റെയും നൊവേനകൾ നടത്തപ്പെടുന്നു. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ആരാധനയും നടത്തപ്പെടുന്നു. നമ്മുടെ ഇടവകയിലെ ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഇടവകയിൽ നിന്ന് കിട്ടിയിരുന്ന 2 ദൈവവിളികൾ. അതിൽ ഒരാൾ ഓൾറെഡി ഇപ്പോൾ വൈദികനായി, ഒരാൾ ഫോർമേഷൻ സെമിനാരിനായിട്ട് നടത്തുന്നു. ജോണി ആഗ്നസ് ദമ്പതിമാരുടെ മകനായ ഫ്രിൻഡോ ഒല്ലൂക്കാരൻ അച്ഛനാണ് നമ്മുടെ ഇടവകയിൽ നിന്നും ആദ്യമായിട്ട് ദൈവവിളി ലഭിച്ച് കല്യാൺ രൂപതയുടെ വൈദികനായി പിതാവിൽ നിന്നും ഡിസംബർ 26-ാം തീയതി 2014 പട്ടം സ്വീകരിച്ചു. നമ്മുടെ ഇടവകയിലെ 2ാമത്തെ ദൈവവിളി പാപ്പച്ചൻ ജെനിഫർ ദമ്പതികളുടെ മകനായിട്ടുള്ള ജേക്കബ് പാപ്പച്ചൻ കണ്ണമ്പുഴയാണ്. ആ ബ്രദർ ഇപ്പോൾ കപ്പുച്ചൻ സഭയിലെ ഫോർമേഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടവകയ്ക്ക് 246 കുടുംബങ്ങളാണ് ഉള്ളത്.
അതിനെ നമ്മൾ 16 യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മുള്ളുണ്ട് ഈസ്റ്റ്, വെസ്റ്റ് എന്നീ സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ ഇടവകയിലെ കുടുംബ യൂണിറ്റുകൾ സ്ഥാപിതമായിരിക്കുന്നത്. ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടി കൂടെ, ഒപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനായിട്ട് യൂണിറ്റ് വൈസിൽ അവർ പ്രത്യേകം കൂട്ടായ്മ കൂടുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തുകയും ചെയ്യുന്നു. അതുവഴി ഇടവകയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഒത്തിരി മനോഹരമായിട്ടും വളരെ ശക്തമാർന്നും പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എത്രയും സ്നേഹമുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ അമലമാത ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെയിൽ മാർഗം വരികയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്ററും, വാഹനത്തിലൂടെ വരികയാണെങ്കിൽ ഈസ്റ്റേൺ എക്സ്പ്രസ് വേയിൽ നിന്നും 3 കിലോമീറ്ററുമാണ് നമ്മുടെ ആലയത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള ദൂരമുള്ളത്. സഹനം കൃപയാക്കി മാറ്റുക എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് നമ്മുടെ ഈ ചർച്ച് ഓഫ് ഇന്ത്യ ടീമിനുള്ളത്. കാരണം ഓരോ ദേവാലയങ്ങളിൽ പോവുകയും ആ ഇടവകയുടെ ഹിസ്റ്ററിയെയും ഇടവകയെ മറ്റ് വ്യക്തികളിലേക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് ഈ ടീം എടുക്കുന്ന വലിയൊരു സഹനം ഒത്തിരി വലുതാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? വചനപ്രഘോഷം തന്നെയാണ്. നമ്മുടെ ഇടവകയെ ലോകം മുഴുവനും പ്രകടിപ്പിക്കുവാൻ, ദൈവം ആകുന്ന ഈ ആലയത്തെ മറ്റുള്ളവരുടെ മുൻപിലേക്ക് കൊടുക്കുവാൻ, അതുവഴി വചനപ്രഘോഷം തന്നെയാണ് ഈ ചാനലും നടത്തുന്നത്. ഒത്തിരി സ്നേഹത്തോടുകൂടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ടീമിലെ ഓരോ അംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവരുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് ഈ ചാനലിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേക കരുതലും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ചർച്ച് ഓഫ് ഇന്ത്യ ടീമിനെ നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-47 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നിശ്ചയാൽ എത്രയും സ്നേഹമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ ഈ വചനത്തെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് ഉൾക്കൊള്ളുവാനും ഇന്നിൻ്റെ ഈ ലോകത്തിലെ ടെൻഷനുകളെയും കഠിനമായിട്ടുള്ള വേദനകളെയും ഒന്ന് റിലീസ് ചെയ്തുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കുവാൻ, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ കരുതുവാൻ നിങ്ങളെല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹവും പരിശുദ്ധ അമലമാതാവിൻ്റെ മധ്യസഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.